എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് 6 വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്തെ ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങളാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 650 മീറ്റർ ആണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ആണ് ലാൻഡ് അളവ് വരുന്നത്. 1950 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പഞ്ചായത്ത് ടാർ റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വഴി കടന്നു വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച 4 മീറ്റർ വൈഡ് ആയിട്ടുള്ള റോഡാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതും കംപ്ലീറ്റ് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 6 വീടുകളാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീടാണ് എല്ലാ വർക്കുകളും ഫിനിഷ് ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിന്റെ മതിൽ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബോക്സി ഷേപ്പ് ആണ്. ഭംഗിയായിട്ടും നമുക്ക് ഇഷ്ടം തോന്നുന്ന മോഡലിലുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവായ പെയിന്റിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും പെയിന്റിങ്സും എല്ലാം തന്നെ ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ റൂഫിന്റെ ഭാഗത്ത് പാനലിംഗ് വർക്കുകളെല്ലാം തന്നെ വീടിന്റെ അട്രാക്ഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 600 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 600 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ് റൂട്ടിലേക്കുള്ള ദൂരവും 600 മീറ്റർ തന്നെയാണ്. ഇൻഫോ പാർക്കിലേക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ 12 കിലോമീറ്റർ, കുസാറ്റിലേക്കും ആലുവയിലേക്കും 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തെല്ലാം തന്നെ ടൈല് വിരിച്ചിട്ട് അവിടെ എല്ലാം തന്നെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസ് ആണ്. വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വരുന്ന പോർഷനിലും ടൈല് തന്നെയാണ്. ഭംഗിയായിട്ടാണ് ടൈലെല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ ഇവിടെ കാർ പോർച്ച് ആണ്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാർ പോർച്ചിന്റെ അണ്ടറിലാണ്. റൂഫ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസ് ആണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തൂടെ നേരെ നടന്നു പോകുമ്പോൾ പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ ക്ലാഡിംഗ് ടൈലിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ ബോർവെല്ലും KWയുടെ വാട്ടറുമാണ്. ബോർവെൽ വാട്ടർ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ടാപ്പിലൂടെ കാണാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ KWക്ക് വേണ്ടിയിട്ട് നമുക്ക് 3000 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള ടാങ്കുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു പാറ്റോ ഏരിയ കിട്ടുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഏരിയ സ്പേഷ്യസ് ആണ്. മെറ്റൽ ചിപ്പുകൾ വിരിച്ചിട്ട് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് സ്പേഷ്യസ് ആണ്. 2 or 3 ചെയറുകൾ ഇടാം. ഗ്രേ കളർ ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എല്ലാ തരത്തിലും ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റീലിന്റെ പാറകൾ അതൊക്കെ നോക്കുവാണെങ്കിൽ TMT ആണ് ചെയ്തിരിക്കുന്നത്. സിമെന്റ് അൾട്രാടെക്കും ചെട്ടിനാട് സിമെന്റും ഒക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വിച്ചസ് ഒക്കെ ആണെങ്കിലും ലേഗ്രാൻഡ് വയറിംഗ് ഒക്കെ വിഗാർഡിന്റെയും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ചിതല് പോലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് നേരെ ഡോറ് തുറന്നാൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഫ്ലോർ ടൈലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആണ് ലിവിംഗ് ഏരിയ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇങ്ങനെയാണ് TV വെക്കാൻ ഇങ്ങനെയാണ് നമുക്ക് ലിവിംഗ് സ്പേസിന്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കടന്നു വരുമ്പോൾ ഇതിനോട് ചെറിയ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ ഇവിടെയാണ് മെയിൻ ആയിട്ട് സോഫ സെറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നത്.
ലിവിംഗ് ഏരിയ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ടാണ് കിട്ടുന്നത്. ഡോർ തുറന്ന് നേരെ വന്നു എന്റെ ബാക്കിൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ഏരിയ വരുന്നത്. വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ആ ഒരു ഗോൾഡൻ കളറിലുള്ള വാൾപേപ്പർ ടെക്സ്ചർ വർക്ക് എല്ലാം കൊടുത്തിട്ട് അവിടെ നോക്കുവാണെങ്കിൽ കാണാം ഗോൾഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന റൂഫിൽ ഭംഗിയായിട്ടാണ് ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാനുള്ള പോർഷനിൽ ഇതുപോലെ ഭംഗിയായിട്ടാണ് സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്ലാന്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുപോലെ തന്നെയാണ് ഏരിയ കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് വരുന്നത്. പക്ഷെ നമുക്ക് അവിടെയും നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ ടി വി കണ്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അത് വേണ്ടാത്തവർക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനും കൂടി നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു മെയിൻ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ഒക്കെയാണ് ഡിസൈനുകൾ വരുന്നത്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും താഴെയൊക്കെ നോക്കിയാൽ ക്ലോസ്ഡ് കബോർഡുകളും സൈഡിൽ ഓപ്പൺ കബോർഡുകളും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെയും രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ്, അനാവശ്യമായിട്ടുള്ള യാതൊരു വർക്കുകളും റൂഫിൽ വരുന്നില്ല. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ പാർട്ടീഷൻ വർക്കുകൾ അത് നല്ല ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്പേഷ്യസ് ആയ വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് കിട്ടുന്നത്. 4,100 സെന്റിൽ 1,950 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എത്ര വലിയ ഡൈനിങ് ടേബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് വരുന്നത്. മുകളിലേക്ക് പോകാനുള്ളത് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടും സേഫ് ആയിട്ടും ഹാൻഡ് റെയിൽസ് വരുന്നുണ്ട്. നമുക്കിവിടെ CCTV കണക്ഷൻ ക്യാമറ ഉൾപ്പെടെ 4 ക്യാമറകളാണ് വെച്ചിരിക്കുന്നത്. ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോർട്ടും കൊടുത്തിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു മെയിൻ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് സ്പേസ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയായിട്ടും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിലും കബോർഡുകൾ വരുന്നുണ്ട്. അതിൽ സൈഡിലായിട്ട് ഓപ്പൺ ഷെൽഫും ഏറ്റവും താഴെ നോക്കിയാലും കാണാം LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു പാറ്റോ ഏരിയയിലേക്കാണ്. നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡിലും ഡോർ വെച്ചിട്ടുണ്ട്. മുകളിലൊക്കെ ഇതുപോലെ സേഫ് ആയിട്ട് അയൺ ബാറുകളാണ് ഇട്ടിരിക്കുന്നത്. ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ മോഡലിലാണ്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ടാണ്. താഴെ ഭംഗിയായിട്ടാണ് പാർട്ടീഷൻ നമുക്ക് ആ ഒരു പാനലിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എൻട്രൻസിന്റെ മുകളിൽ നോക്കിയാൽ ലൈറ്റ് ഫിറ്റിംഗ്സ് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസും കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ഷെയ്ഡിലാണ് വരുന്നത്. നമുക്ക് 3 ലെയറുകളിലായിട്ടാണ് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. LED ഒരു ചിമ്മിണി വരുന്നുണ്ട്. അവിടെ 2 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഭാഗത്തും സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഓരോ പ്ലേറ്റ്സും സെപ്പറേറ്റ് ഓർഡറിലൊക്കെ അടുക്കി വെക്കാനായിട്ട് ഇതുപോലെ ഒരുപാട് പാർട്ടീഷനൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന സ്പേസുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. റൂഫൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ഡോർ വെച്ചിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും ഉണ്ട്. താഴെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. എൻട്രൻസിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതേ മോഡലിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. 13.5 അടി നീളവും 10 അടി വീതിയുമാണ് റൂം സൈസ് വരുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഭംഗിയായ ഡിസൈനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വോളില് 2 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അതിനടുത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ബോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ബോൾ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സേഫ് ആയിട്ടാണ് നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. സ്റ്റെപ്പുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയ ഒരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നിങ്ങൾ നോക്കുമ്പോൾ കാണാം TV യൂണിറ്റ് വയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻ ആണ് വരുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ഡിസൈനുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന റൂഫിന്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്ത് നമുക്ക് സോഫ സെറ്റീസ് വേണമെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റിന്റെ അടുത്തായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്നാൽ നേരെ ഇറങ്ങുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. റൂഫിലെല്ലാം തന്നെ ഷീറ്റുകളിട്ട് സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് കൂടാതെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ടെറസിന്റെ മുകളിൽ എത്തുന്നത് വരെ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ നല്ല സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 3 ഭാഗത്തായിട്ടാണ് വിൻഡോസ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പോർഷനിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ നല്ലൊരു ഭംഗിയായിട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ഡ്രോസും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മെയിൻ ആയിട്ടുള്ള വാർഡ്രോബുകൾ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കിയാലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളറിൽ തന്നെയാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യത്തിന് നല്ല വലുപ്പത്തിൽ തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 14.5 അടി നീളവും 10 അടി വീതിയിലുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ കിട്ടുന്നത്. നമ്മൾ താഴെ കണ്ട അതേ ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫും കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് നമുക്ക് ലെങ്തി ആയിട്ടുള്ള ആ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ഈ ഒരു ബാൽക്കണി കടന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഒരു വലിയ ബാൽക്കണിയിലേക്ക് തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. ബാൽക്കണിക്ക് സെപ്പറേറ്റ് ഡോർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാവുന്നതാണ്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഒരു പാസേജ് കണ്ടിന്യൂ ചെയ്ത് നേരെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് വിസിബിൾ ആണ്. നമ്മളിപ്പോ നേരെ ബാൽക്കണിയിലേക്കാണ് വന്നിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 600 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 600 മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ആണ്. 6-7 വില്ലകളോളം വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. 4 മീറ്റർ വൈഡ് ആയിട്ടുള്ള റോഡാണ് നമ്മുടെ വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4,100 ആണ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 1950. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. 4.1 സെന്റ് ഓഫ് ലാൻഡിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയ, വർക്ക് ഏരിയ, പാറ്റോ ഏരിയ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഓണർ വീടിന് ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. 95 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുമ്പോൾ നന്നായിട്ട് നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങി തരുന്നതായിരിക്കും. മനോഹരമായ ഒരു വീടാണ്. പെട്ടെന്ന് സെയിലായി പോകും. ഒട്ടും ലേറ്റ് ആക്കണ്ട. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും ലഭ്യമാണ്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.